മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ കാണാതായവരെ മരിച്ചവരായി കണക്കാക്കുമെന്ന് സർക്കാർ. കാണാതായവരുടെ കുടുംബത്തിന് ധനസഹായം നൽകാൻ സമിതികളെ നിശ്ചയിച്ചു. കാണാതായവരുടെ പട്ടിക തയ്യാറാക്കാൻ പ്രാദേശിക സമിതിയും രൂപീകരിച്ചു. സൈബ് സൈൻ ലാബ്ദീൻ കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ കാണാതായവരെ മരിച്ചവരായി കണക്കാക്കുമെന്നാണ് സർക്കാരിന്റെ പ്രഖ്യാപനം. സൈഫ്, അതിന്റെ വിശദാംശം എന്താണ്? ഇഷാദ്, മുണ്ടക്കൈ ദുരന്തമുണ്ടായി 4ാമത്തെ മാസമാണ് സംസ്ഥാന സർക്കാർ സുപ്രധാനമായ തീരുമാനമെടുത്തിരിക്കുന്നത്. കാണാതായവരെ കണ്ടെത്താൻ വേണ്ടിയുള്ള തെരച്ചിലുകൾ പലതരത്തിൽ സംസ്ഥാന സർക്കാരും വിവിധ ഏജൻസികളും വിവിധ സേനാ വിഭാഗങ്ങളും എല്ലാം നടത്തിയതാണ്. പക്ഷേ അത് കാര്യക്ഷമതയിലേക്ക് കൊണ്ടുപോകാനോ അവരെ കണ്ടെത്താനോ കഴിഞ്ഞില്ല. ഈ പശ്ചാത്തലത്തിലാണ് സംസ്ഥാന സർക്കാർ കാണാതായവരെ മരിച്ചവരുടെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. വളരെ സുപ്രധാനമായ തീരുമാനമാണ്. ഇവർക്ക് ആവശ്യമായ ധനസഹായം നൽകുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ ഇതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. കാണാതായവരെ മരിച്ചവരുടെ പട്ടികയിൽപ്പെടുത്തുമ്പോൾ മരിച്ചവർക്ക് എന്ത് ധനസഹായം നൽകുന്നോ ആ ധനസഹായം അവർക്ക് നൽകാൻ വേണ്ടിയുള്ള തീരുമാനമെടുക്കുകയാണ്. ഇതിന് പ്രാദേശിക സമിതിയെ രൂപീകരിക്കാൻ വേണ്ടിയുള്ള തീരുമാനമാണ് സംസ്ഥാന സർക്കാർ ഒരു ഉത്തരവിലൂടെ പുറപ്പെടുവിച്ചിരിക്കുന്നത്. വില്ലേജ് ഓഫീസറും പഞ്ചായത്ത് സെക്രട്ടറിയും ആ സ്റ്റേഷൻ പരിധിയിലുള്ള SHO സ്റ്റേഷൻ ഹൗസ് ഓഫീസറുമായിരിക്കും ആ കമ്മിറ്റിയിൽ പ്രാദേശിക സമിതിയിൽ ഉൾപ്പെടുത്തുന്നത്. ഇവർ ഒരു പട്ടിക തയ്യാറാക്കി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് സമർപ്പിക്കും. ദുരന്ത നിവാരണ അതോറിറ്റി ശുപാർശ പ്രകാരം സംസ്ഥാന സമിതിക്ക് ഇത് കൈമാറും. അത് റവന്യൂ വകുപ്പിൻ്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി അടക്കമുള്ളവരാണ് സംസ്ഥാന സമിതിയുടെ ഉണ്ടാകുന്നത്. റവന്യൂ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും റവന്യൂ വകുപ്പിൻ്റെ തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിമാരും സമിതിയുടെ അംഗങ്ങളാണ്. ഇവരാണ് ഈ പട്ടിക പരിശോധിച്ചുകൊണ്ട് ഈ കാണാതായവരുടെ പേരുവിവരങ്ങളും മറ്റും ഒരു ക്രോഡീകരിച്ചുകൊണ്ട് ഇവർക്ക് ധനസഹായം നൽകാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. നിലവിൽ പലതരത്തിലുള്ള FIR വിവിധ സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കാണാതായവരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ FIRകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആ പട്ടിക നോക്കിക്കൊണ്ട് കാണാതായവർ ആരൊക്കെയാണ്, മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ആരൊക്കെയാണ്, ഇതിൽ കാണാതായവരുടെ പട്ടിക മരിച്ചവരുടെ ഗണത്തിൽപ്പെടുത്തിക്കൊണ്ട് അവർക്ക് ധനസഹായം നൽകാൻ വേണ്ടിയുള്ള തീരുമാനത്തിന്റെ ഭാഗമായി